നമ്മുടെ ഇന്ത്യയിലെ ശിശുരോഗ വിദഗ്ധരുടെ സംഘടനയായ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ കേരള ചാപ്റ്ററിൻ്റെ 54ാമത് വാർഷിക സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കുന്നു. അതിലേക്ക് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുവാനാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഇത് എല്ലാ വർഷവും നമ്മുടെ ശിശുരോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഓരോ വികസനത്തിൻ്റെയും പുതിയ പുതിയ അറിവുകളും ശിശുരോഗ വിദഗ്ധർക്ക് ഇടയിൽ പ്രചരിപ്പിക്കാനും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്താനും അതുമായി ബന്ധപ്പെട്ട പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാനുമായിട്ടാണ് സംഘടിപ്പിക്കുന്നത്. ഇത്തവണത്തെ സമ്മേളനം തിരുവനന്തപുരത്താണ് നടക്കുന്നത്. തിരുവനന്തപുരത്ത് നമ്മുടെ ഗ്രീൻഫീൽഡ് കൺവെൻഷൻ സെൻറ്ററിൽ ശനിയും ഞായറുമായിട്ട് നടക്കുന്നു. അതിനോടൊപ്പം വെള്ളിയാഴ്ച ദിവസം തിരുവനന്തപുരത്തെ ഏകദേശം 10ഓളം ആശുപത്രികളിൽ വിവിധ പീഡിയാട്രിക്സ് സബ് സ്പെഷ്യാലിറ്റികൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ശിശുരോഗ ചികിത്സയിൽ തന്നെ ഓരോ വിഭാഗത്തിനും ഇപ്പോൾ പീഡിയാട്രിക് കാർഡിയോളജി, പീഡിയാട്രിക് എൻഡോക്രൈനോളജി, പീഡിയാട്രിക് ന്യൂറോളജി, ജെനറ്റിക്സ്, അങ്ങനെ പറഞ്ഞ ഒരു സബ് സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ചർച്ചകളും ഇതിനോടൊപ്പം നടക്കുന്നുണ്ട്. അത് 10 ആശുപത്രികളിലായിട്ട് വെള്ളിയാഴ്ച ദിവസമായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഇതിൽ ഏകദേശം 1000-നടുത്ത് ശിശുരോഗ വിദഗ്ധർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള, കേരളത്തിലും അതിന് പുറത്തുനിന്നുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ MKC നായർ സാറാണ്. സാറ് നമ്മുടെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ ദേശീയ പ്രസിഡന്റുമായിരുന്നു 2004. അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വളരെ വിദഗ്ധരും വളരെ അറിയപ്പെടുന്നവരുമായിട്ടുള്ള നമ്മുടെ ശിശുരോഗ ചികിത്സയിലെ അറിയപ്പെടുന്ന മുഖങ്ങൾ പലരും കേരളത്തിൽ എത്തുന്നുണ്ട്. നമ്മുടെ അടുത്ത നാഷണൽ പ്രസിഡൻ്റായിട്ട് വരുന്ന ഡോക്ടർ നീലം മോഹൻ ഡൽഹിയിൽ നിന്നാണ്. ഡോക്ടർ ഈ നമ്മുടെ കുട്ടികളുടെ ലിവർ ട്രാൻസ്പ്ലാന്റിൻ്റെ ഒരു എക്സ്പേർട്ടാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ ശിങ്കാരവേലു എന്ന് പറയുന്നത് നമ്മുടെ തഞ്ചാവൂർ മെഡിക്കൽ കോളേജിലെ ഡീനായിരുന്ന ഡോക്ടറാണ്. ഡോക്ടർ വരുന്നുണ്ട്. ഒറീസയിൽ നിന്ന് ഡോക്ടർ അധാനുഭദ്ര വരുന്നുണ്ട്. ബോംബെയിൽ നിന്ന് ഡോക്ടർ ഉപേന്ദ്ര കിഞ്ചിടവേക്കർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ നമ്മുടെ ഒരു ഫീൽഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ടർമാർ വരുന്നുണ്ട്. കേരളത്തിൽ ഇങ്ങനെ ഒരു സമ്മേളനം നടക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക് നമ്മുടെ സംസ്ഥാനത്താണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ശിശുമരണ നിരക്ക് ഏകദേശം 4-നും 5-നും ഇടയിലാണ്. അത് മറ്റ് വിദേശത്തൊക്കെയുള്ള അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് സമാനമായ ഒരു നിരക്കാണ് നമുക്കിപ്പോൾ ഉള്ളത്. പിന്നെ നമുക്ക് ഈ അടുത്ത സമയത്തായിട്ട് നമ്മുടെ ജനന നിരക്ക് വളരെ കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഒരു 5 ലക്ഷത്തിനടുത്ത് ശിശുക്കൾ ഒരു വർഷവും ജനിച്ചിരുന്ന ഒരു സമയത്ത് ഇപ്പോൾ ഏകദേശം അത് 3.5 ലക്ഷത്തിന് താഴെയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഓരോ കുട്ടികളും കൂടുതൽ പ്രധാനപ്പെട്ട അവരുടെ ഓരോരുത്തരുടെയും ചികിത്സ കൂടുതൽ പ്രധാനപ്പെട്ടതായി വന്നിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് ഈ ചികിത്സാ രംഗത്തെ ഏറ്റവും പുതിയ കാര്യങ്ങൾ ശിശുരോഗ വിദഗ്ധരുടെ ഇടയിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പം എന്നോടൊപ്പം നമ്മുടെ സമ്മേളനത്തിൻ്റെ ഓർഗനൈസിംഗ് ചെയർമാനായിട്ടുള്ളത് ഡോക്ടർ ഗീതയാണ്. മാഡം നമ്മുടെ SIT ആശുപത്രിയിലെ പ്രൊഫസറാണ്. ഇത് ഡോക്ടർ കൽപ്പന നമ്മുടെ ഇത് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ തിരുവനന്തപുരം ബ്രാഞ്ചിൻ്റെ പ്രസിഡൻ്റാണ്. ഡോക്ടർ ശങ്കർ VH നമ്മുടെ സയൻറ്റിഫിക് ചെയറാണ്. സാറ് നമ്മുടെ SIT ആശുപത്രിയിലെ ജനിതക രോഗങ്ങളുടെ സെൻറ്റർ ഓഫ് എക്സലൻസിൻ്റെ ചുമതലക്കാരനാണ്. ഡോക്ടർ ബെനറ്റ് സൈലം ഹെൽത്ത് സർവീസിലെ ഡോക്ടറായിരുന്നു. ഇപ്പോൾ അദ്ദേഹം നമ്മുടെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിന് നാഷണൽ എക്സിക്യൂട്ടീവ് ബോർഡ് അംഗമാണ്. നമ്മുടെ ഓർഗനൈസിംഗ് സെക്രട്ടറിമാരായിട്ടുള്ളത് ഡോക്ടർ പ്രവീൺ KS-ഉം ഡോക്ടർ ശ്രീജിത്തുമാണ്. അവരും ഇന്നിപ്പോൾ ഞങ്ങളോടൊപ്പം ഉണ്ട്. കുട്ടികളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ റിയാസ് ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. നമ്മുടെ ശിശു മരണ നിരക്കിൻ്റെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു ഡെവലപ്ഡ് നേഷൻ്റെ തത്തുല്യമായ രീതിയിലോട്ട് നമ്മൾ എത്തിയെന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനെക്കാട്ടിലും ചില കാര്യങ്ങളിൽ ചില അമേരിക്കൻ സ്റ്റേറ്റുകളെക്കാട്ടിലും മെച്ചമായിട്ട് നമ്മൾ നിൽക്കുന്നുണ്ട്. 5 താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു നമ്പർ തന്നെയാണ്.
ഇതിൽ പ്രധാനമായ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാഷണലി എടുത്തിട്ടുള്ള ഒരു പോളിസിയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറീസ് എന്നുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പിൽ ഒരു പ്രധാനപ്പെട്ട വർക്ക്ഷോപ്പായിട്ട്, അതായത് ശില്പശാലയായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിയോനറ്റോളജിയും കൂടെ ഉണ്ട്. ഇതിൽ ഞങ്ങളിപ്പോൾ ഏറ്റവും അധികം പ്രൊമോട്ട് ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ അതേ പോളിസിയായ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറീസ് ആണ്. ഇപ്പോഴും തന്നെ നമുക്ക് പല ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ന്യൂസുകളിൽ മനസ്സിലാകുന്ന ഒരു കാര്യം, പലരും ഒരു ഹോം ഡെലിവറിയെ കൂടെ പ്രൊമോട്ട് ചെയ്യും, അവരെ ഹോം ഡെലിവറി ചെയ്തവരെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളപ്പോൾ നമ്മുടെ ഇത്തരം ശില്പശാലകളും ഇത്തരം കോൺഫറൻസുകളും ചർച്ചകളും പത്ര റിപ്പോർട്ടുകളും വളരെ പ്രധാനമാണ്. കാരണം ഇതിനൊരു എന്തോ ഒരു ദൈവികമായ രീതിയിൽ ആണ് കണക്കാക്കിയിട്ടാണ് അതൊരു ഹോം ഡെലിവറിയെ പറ്റി പറയുന്നത്. പക്ഷെ അതൊരിക്കലും ശരിയല്ല. ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെലിവറിയുടെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പഴയ മരണനിരക്ക് ഇന്നത്തെ മരണനിരക്കുമായിട്ട് കമ്പയർ ചെയ്താൽ മതി. ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൽ ഏറ്റവും പ്രധാനമായ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്, BNRP എന്ന് പറയും, ബേസിക് ന്യൂ ബോൺ റിസസിറ്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിൽ ഡോക്ടർ പ്രവീൺ കേസ്, നമ്മുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടറാണ് അതിൻ്റെ മെയിൻ ആള്, നമ്മളെ ട്രിവാൻഡ്രത്ത്. അപ്പോൾ ഈ ഒത്തിരി പ്രോഗ്രാംസ് നമുക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കേരളത്തിലെ തന്നെ മരണനിരക്ക് മറ്റു സ്റ്റേറ്റുകളെക്കാട്ടിലും വളരെ ഡിഫറൻസിലോട്ട് മാറ്റാൻ പറ്റിയത്. ഏകദേശം 30-ൽ കൂടുതൽ മരണനിരക്ക് മറ്റു സ്റ്റേറ്റുകളിലുള്ളപ്പോൾ കേരളത്തിലോട്ട് ഇത്രയും നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിച്ചതിൻ്റെ കാര്യം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെലിവറി. അത് മാത്രമല്ല, ആ ഡെലിവറി കണ്ടക്ട് ചെയ്യുന്നതും കുഞ്ഞുങ്ങളുടെ റെസസിറ്റേഷൻ ചെയ്യുന്നതും അതിലേക്ക് വേണ്ടിയിട്ട് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫാണ്. അത് ഡോക്ടേഴ്സും നഴ്സസും മാത്രമല്ല, മെഡിക്കൽ സ്റ്റാഫ് ഉൾപ്പെടെ ഒരു ടീമായിട്ടാണ് ഇത് അപ്രോച്ച് ചെയ്യുന്നത്. അതിലേക്ക് നമ്മുടെ ലക്ഷ്യ പ്രോഗ്രാമായിട്ട് ഗവൺമെൻറ് പ്രോഗ്രാമിൽ തന്നെ ഇതിന് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതും നമ്മുടെ ഈ ശില്പശാലയുടെ പ്രധാന ഉദ്ദേശങ്ങളിൽ ഒന്നായിട്ടാണ് നമ്മൾ കാണുന്നത്. എൻ്റെ പേര് ഡോക്ടർ ശങ്കർ, ഞാൻ സയൻറ്റിഫിക് ചെയർപേഴ്സണാണ്. റിയാസ് സാറും ബെനറ്റ് സാറും പറഞ്ഞതിനുപരിയായിട്ട് മെയിനായിട്ട് നമ്മൾ 2 ദിവസം പറഞ്ഞതുപോലെ, ഒന്നാമത്തെ ദിവസം വർക്ക്ഷോപ്പാണ് വെള്ളിയാഴ്ച. 12 ശില്പശാലകൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ടോപ്പിക്കിനെ കുറിച്ചും, നിയോനറ്റോളജി, സ്കിൽ ഡെവലപ്മെൻറ്റ്, കൂടുതലായിട്ട് ആൾക്കാർക്ക് ട്രെയിനിങ് കിട്ടാനായിട്ടുള്ള കുറേ പേര് പങ്കെടുക്കുന്നുണ്ട്. അതുകൂടാതെ 2 ദിവസത്തെ മെയിൻ കോൺഫറൻസിൽ നമ്മളൊരു 80ഓളം ഫാക്കൽറ്റികൾ, 100ഓളം പലതരത്തിലുള്ള പ്രബന്ധങ്ങളും, അതിൽ ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മളിവിടെയുള്ള അമീബിക് മെനിഞ്ചോഎൻസെഫലൈറ്റിസ്, റാബീസ് വാക്സിനേഷൻ്റെ കാര്യങ്ങൾ, ജനറൽ വാക്സിനോളജി, അതേമാതിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലിവർ ട്രാൻസ്പ്ലാന്റേഷന്, പുതുതായിട്ടുള്ള ചില ചികിത്സാ രീതികൾ, ഇതുപോലുള്ള കാര്യങ്ങളും റുട്ടീനായിട്ട് നമ്മൾ റെഗുലറായിട്ട് കാണുന്ന കാര്യങ്ങളും എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം ഒരു 80ഓളം ടോപ്പിക്കുകൾ, 80ഓളം ഫാക്കൽറ്റികൾ, പലയിടത്തിലുള്ള കേരളത്തിലുള്ളവരും കേരളത്തിന് പുറത്തുള്ളവരും, ഇൻഫൻ UK നിന്ന് പോലും ഒരു ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ അനിത എന്ന് പറഞ്ഞൊരു ഡോക്ടർ UK നിന്ന് വന്നിട്ട് നമ്മുടെ ന്യൂ ബോൺസിൽ കാണുന്ന ന്യൂറോ മോണിറ്ററിങ്, ICUവിൽ എങ്ങനെ മോണിറ്റർ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ വരെ പ്രബന്ധം അവതരിപ്പിക്കുന്നുണ്ട്. ഇത് കൂടാതെ 250ഓളം പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് അവർ ചെയ്ത തീസിസുകളും അവരുടെ ചെയ്ത സ്റ്റഡികളും ഒരു 2 ദിവസത്തിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. സോ PGs, അതായത് PGs എന്ന് പറയുമ്പോൾ നമുക്ക് പഠിക്കുന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന കുട്ടികൾ, അവരുടെ ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ട്, അവരുടെ 3 വർഷത്തെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന സ്റ്റഡികളുടെ ഒരു പ്രസൻറ്റേഷനും ഉണ്ട് ഇതിൻ്റെ കൂടെ. ഒരു 250ഓളം PGs പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു 150 അബ്സ്ട്രാക്ട്സും അതിൻ്റെ കൂടെ ഉണ്ട്. അതുകൂടാതെ ഇവർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് ആയിട്ട് പാനൽ ഡിസ്കഷൻസ്, ഡിബേറ്റ്, സിമ്പോസിയംസ്, പിന്നെ ഗസ്റ്റ് ലെക്ചേഴ്സ്, അറൗണ്ട് 20ഓളം ഗസ്റ്റ് ലെക്ചേഴ്സ് എല്ലാം കൂടിയുള്ളതാണ് 2 ദിവസത്തെ സയൻറ്റിഫിക് പ്രോഗ്രാം. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേരളം എപ്പോഴും മുന്നിൽ നിൽക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനം ഈ ശിശുമരണ നിരക്ക് തന്നെയാണ്. നമ്മുടെ അഭിമാനമായിട്ട് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ അമേരിക്കക്കാട്ടിയൊക്കെ മുന്നിൽ അതിലെത്തിയപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വെല്ലുവിളി അത് നിലനിർത്തുക എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ അതിന് നമ്മുടെ ഈ ഒരു പ്രോഗ്രാംസ്, നമ്മുടെ ഈ ഒരു കോൺഫറൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. നമ്മൾ മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ളതും, അതുകൊണ്ട് ഈ ഒരു ട്രെയിനിങ്സ് നമ്മുടെ പുതിയ ജനറേഷൻ ഡോക്ടേഴ്സിനും ഇപ്പം സർവീസിലുള്ളവർക്കും എല്ലാം കൃത്യമായിട്ട് എത്തുന്നു എന്നുള്ള ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം. അത്രയേ ഉള്ളൂ. താങ്ക് യു. എല്ലാ നൂതനമായ ചികിത്സാ രീതികളും നമ്മളുടെ ഇവിടെ കൊണ്ടുവരികയും അത് എല്ലാവരും അത് അറിയുകയും, പ്രത്യേകിച്ച് ട്രെയിനീസ്, ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് അത് വളരെയധികം പ്രയോജനം ഉണ്ടാകും. അതായത് നമ്മൾ എത്തി നിൽക്കുന്ന ഈ ഒരു നിലവാരം ഇതിൽ നിന്നും മെച്ചപ്പെടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ശില്പശാലകളും ഈ സമ്മേളനങ്ങളുമാണ് പ്രദാനം ചെയ്യുന്നത്.
ശരിക്കും 2015 ശേഷം 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ഒരു സമ്മേളനം നമുക്ക് തിരുവനന്തപുരത്ത് വീണ്ടും ഉണ്ടായത്. നമുക്ക് ഈ ജനന നിരക്ക് വളരെയധികം കുറഞ്ഞപ്പോൾ പകരാത്ത രോഗങ്ങൾ, അതായത് ജനിതകമായ വൈകല്യങ്ങൾ അങ്ങനെ വരുന്നത്, അതേപോലെ ഹാർട്ടിൻ്റെ അസുഖങ്ങൾ, ചില ബ്രെയിനിനെ സംബന്ധിക്കുന്ന അസുഖങ്ങൾ, ഇവയൊക്കെയാണ് പ്രധാനമായിട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവയൊക്കെ ഗർഭാവസ്ഥയിൽ തന്നെ കണ്ടുപിടിച്ച് നമുക്ക് നേരത്തെ ചികിത്സ കൊടുക്കുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതിനെപ്പറ്റിയുള്ള പ്രബന്ധങ്ങൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. ഇതിലെ ഈ മീറ്റിങ്ങിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് നമ്മൾ ഏതാണ്ട് 1200ഓളം ശിശുരോഗ വിദഗ്ധർ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ മൊത്തം ശിശുരോഗ വിദഗ്ധർ 5000-ഓളം ആണ്, 24,000 ആണെങ്കിൽ അതിൻ്റെ 1/3 ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മീറ്റിംഗ് ആണ്. നമുക്ക് ഇനിയും നമ്മുടെ നാട്ടിൽ എത്തിപ്പെടാത്ത ചികിത്സാ രീതികളും പരിചയപ്പെടുത്തുന്ന സെഷനുകൾ നമ്മൾ വെച്ചിട്ടുണ്ട് എന്നാണ്. അതായത് ഇപ്പോൾ വളരെ പുതിയ ജീൻ തെറാപ്പി പോലെയുള്ള സംഗതികൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ പരിമിതമായ അളവിൽ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസും നമ്മളിവിടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ കാരണം ഇതിനകത്ത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പല ഡോക്ടർമാരും കേരളത്തിന് പുറത്തുള്ളവർ പലരും വരുന്നുണ്ട്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാനും ഒക്കെ ഇത് വേദിയാണ്. പ്രധാനമായിട്ട് മോഡേൺ മെഡിസിൻ ആണ്. അപ്പോൾ മോഡേൺ മെഡിസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പറയുന്ന പല കാര്യങ്ങളും ഒരു 10 കൊല്ലം കഴിയുമ്പോഴേ പറയും ഇതല്ല, വ്യത്യസ്തമാണ്. അതാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. നമ്മൾ പ്രാകൃത മെഡിസിൻ അല്ല. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈ ടെക്നോളജി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് റിസർച്ചുകളും ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പം ഓരോ നിമിഷവും തന്നെ ഡെവലപ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ എക്സ്പെർട്ടൈസിനെ കൊണ്ടുവരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് വേണം. നമ്മൾ വെറും ട്രിവാൻഡ്രംകാർ മാത്രമോ അല്ലെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാർ മാത്രമോ അല്ല. അതുകൊണ്ട് നമ്മുടെ സ്റ്റേറ്റ് വൈഡായിട്ട് തന്നെ ഒരു ഡിസിഷൻ എടുത്തതാണ് നാഷണൽ ഫാക്കൽറ്റീസും ഇൻ്റർനാഷണൽ ഫാക്കൽറ്റീസും എത്തിക്കഴിഞ്ഞാൽ അവിടെ ഓരോ അസുഖത്തിനും എന്ത് കാര്യങ്ങൾ ചെയ്യുന്നു, അത് നമ്മളിൽ നിന്ന് വ്യത്യസ്തമാണോ, ഇങ്ങനെ ഒരു ഡിസ്കഷൻ കൂടെ നടത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം കോൺഫറൻസുകളൊക്കെ ഉപകരിക്കുന്നത്. അപ്പോൾ ആ ഒരു മെയിൻ ഉദ്ദേശമുണ്ട്. കാരണം നമ്മൾ ഇപ്പം ഗ്ലോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒറ്റയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് കാണണമെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും ഡെവലപ്ഡ് നേഷൻസിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കൂടെ അറിഞ്ഞിരിക്കണം. അത് അവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും അവിടെ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നവർ തന്നെ വന്ന് നമ്മുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ വളരെ കൂടുതലായിരിക്കും. അതാണ് എൻ്റെ പ്രധാന ഉദ്ദേശം.